പ്രിയമുള്ള പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, ഞങ്ങൾ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ട്രഷറർ, 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ പങ്കെടുക്കുന്നത് പേരെഴുതിയിട്ടുള്ളത് തന്നെ സതികുമാർ, രാധാ വിജയൻ, KP രവീന്ദ്രൻ, VR അനിൽകുമാർ, M വിജയകുമാരി നേതാക്കളാണ്. ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയുടെ സമ്മേളനം മെയ് 17, 18 തീയതികളിൽ പോത്തൻകോടും പൗളിക്കോണത്തും വെച്ചായിട്ട് നടക്കുകയാണ്. പോത്തൻകോട് 17-ാം തീയതി രാവിലെ 9:30 മണിക്ക് ജില്ലയുടെ സെലക്റ്റഡ് പോത്തൻകോടിന് പരിസരത്തുള്ള 13 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 5000-ത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന റാലിയും 10:30 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകൾ ഉദ്ഘാടനം ചെയ്യണം. പ്രസ്തുത സമ്മേളനത്തിൽ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് പൗളികുളം ജഗന്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം AKTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ NC ബാബു അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. 18-ാം തീയതി ഉച്ചയോടെയാണ് സമ്മേളനം അവസാനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 50,000-ത്തിലധികം മെമ്പർമാരിൽ നിന്നും 151 എന്ന ക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 350 പ്രതിനിധികളും സംസ്ഥാന ജില്ലാ നേതാക്കളും ഉപരി 425 പേരാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംഘടന 981-ലാണ് ജന്മമെടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTയെ കേരളത്തിൽ 4 ലക്ഷത്തിലധികം മെമ്പർമാരുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് 44 വർഷം പിന്നിട്ട് ഞങ്ങളുടെ സംഘടനയുടെ 25-ാം രജത ജൂബിലി സമ്മേളനമാണ് നടക്കുന്നത്. ഇതിന് മെമ്പർഷിപ്പ് എടുത്ത തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ അവിടുന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളുള്ള പുറമും മറ്റു കാര്യങ്ങളെല്ലാം പ്രമേയത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും 3.5 വർഷക്കാലമായി പ്രസവ ധനസഹായം 15,000 രൂപ എന്നത് ഇന്നും 2,000 കിട്ടുന്നുണ്ട്, ബാക്കി 13,000 കിട്ടുന്നില്ല. 4 വർഷങ്ങൾക്ക് മുമ്പേ പ്രസവ ധനസഹായത്തിന് അപേക്ഷ കൊടുത്ത സഹോദരിമാർ പ്രസവിച്ച മക്കൾ 3, 4, 5 വയസ്സായതിനു ശേഷം സെക്രട്ടേറിയറ്റ് കടയിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു, അമ്മ പ്രസവിച്ച ധനസഹായം തരൂ സർക്കാർ. അപ്പോൾ അന്ന് 58 കോടി രൂപ അനുവദിച്ച് 2022 വരെയുള്ള കുടിശ്ശിക തീർത്ത് തുടർന്നുള്ള ഈ 3 വർഷവും അധിക പ്രസവ ധനസഹായം കിട്ടാത്ത അവസ്ഥയുണ്ട്. 1,500 രൂപയാണ് 1,600 രൂപയാണെന്ന് പെൻഷൻ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഞങ്ങളിനി എങ്ങനെ ജീവിക്കും? മരുന്ന് വാങ്ങിക്കാൻ പോലും തികയാത്ത പൈസയാണ്. ഇതെല്ലാം ശക്തമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സമ്മേളനവും പ്രമേയങ്ങളും ഒക്കെ. അതേപോലെ കേന്ദ്ര സർക്കാർ അനുവദിക്കാമെന്ന് പറഞ്ഞ ESI ആനുകൂല്യം നാളിതുവരെ പ്രഖ്യാപനത്തിലുള്ളതല്ലാതെ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഗൗരവത്തോടെയും ഈ സമ്മേളനം ശരിയായ അർത്ഥത്തിൽ തന്നെ തൊഴിലാളികൾ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ ആയിട്ട് തുടർ പ്രക്ഷോഭങ്ങൾ എന്തൊക്കെ നടത്തണം എന്നതുൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്യും. പുതിയ ഭാരവാഹികളെയും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു മഹാസമ്മേളനമാക്കി മാറ്റാനാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സംഘടനാ ക്ഷേമനിധിക്ക് ഉപരിയായിട്ട് ഞങ്ങൾ തന്നെ സ്വയാർജിതമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സാന്ത്വനം പദ്ധതി പ്രകാരം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കും ഞങ്ങളുടെ മെമ്പർമാർക്ക് 5,000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള ധനസഹായങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾക്കല്ലാതെ കൊടുക്കുന്നുണ്ട്. ക്ഷേമനിധിക്ക് ഉപരിയായിട്ട് തയ്യൽ അറിഞ്ഞുകൂടാ, ശകലമേ തയ്ക്കാൻ അറിയാമെങ്കിൽ അവർക്ക് തയ്യൽ പഠിപ്പിക്കുന്നുണ്ട്, തയ്യൽ കട തുടങ്ങി കൊടുക്കുന്നുണ്ട്, തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് കർഷക തൊഴിലാളികളൊക്കെ അനുഭവിക്കുമ്പോൾ കാർഷിക മേഖലയൊക്കെ തകർന്നതുപോലെ ടെക്സ്റ്റൈൽ മേഖല ഇന്ന് വമ്പന്മാരുടെ കൈകളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ജീവിക്കണമെന്ന ചിന്തയോടെ ഞങ്ങൾ തന്നെ സ്വയാർജിതമായിട്ട് ടൈലറിംഗ് ലേബർ ട്രസ്റ്റിൻ്റെ കീഴിൽ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കേരളത്തിൽ വരുന്ന 2 വർഷത്തിനകം 1000 ഷോപ്പുകൾ തുറക്കണമെന്ന ചിന്തയോടെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ
206 ഷോപ്പ് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്, ടൈലർ ടെക്സ് എന്നുള്ള പേരിൽ. വാർഷിക വരി അടയ്ക്കുന്നത് 600 രൂപയാണ്. പൈസ അടച്ചാൽ മാത്രമേ പെൻഷൻ കിട്ടത്തുള്ളൂ. അത് അടയ്ക്കുന്നതിന് ഇപ്പം നേരത്തെ ഞങ്ങൾ 10 രൂപയായിരുന്നു 94 അംശാദായം അടച്ചുകൊണ്ടിരുന്നത്. അത് 2008 20ആയി. ഞങ്ങൾ 10 രൂപ അടയ്ക്കുമ്പോൾ സർക്കാർ വിഹിതമായിട്ട് അതിൻ്റെ 20% സർക്കാർ കോൺട്രിബ്യൂഷൻ തരുമായിരുന്നു. ഇത് 2020 അത് 50 രൂപ വെച്ചാണ് ഒരു തൊഴിലാളിയൊന്നിന് അടയ്ക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിന് 1 രൂപയും തരുന്നില്ലെന്ന് മാത്രമല്ല, എന്നാൽ സർക്കാർ തരുന്നില്ല നേട്ടാൻ പെൻഷൻ തരുന്നത് സർക്കാരാണ്. മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത് ബോർഡുമാണ്. ഞാൻ ഈ തൊഴിലാളികളുടെ ഞങ്ങൾ തുണിക്കടകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തൊഴിലാളികൾ ഒരു ബ്ലൗസെങ്കിലും തുന്നുന്ന പൈസ അവരെ നാളേക്ക് സമ്പാദിക്കുവാൻ ഞങ്ങളുടെ സംഘടനയെ പഠിപ്പിക്കുകയും അവർക്ക് 5000 രൂപ മുതൽ നിന്ന് 2 ലക്ഷം രൂപ വരെ ഞങ്ങളുടെ പരസ്പര ക്രയവിക്രയത്തിലൂടെ ഞങ്ങൾ അവരെ സഹായിച്ച് അവരെ സംരക്ഷിച്ചുകൊണ്ടുകൂടി ഇരിക്കുകയാണ്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.